അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുന്നവരോടും പറയുന്നവനോടടക്കം പറയാനുള്ളത്, വളരെ ഗൗരവത്തിലിരുന്നാലേ ആ വിഷയം ഉപകാരപ്പെടൂ, എന്നാലേ അത് ഉള്ളിലിറങ്ങൂ. പിന്നെ രണ്ട്, അത് മറ്റൊരാളുടെ അവസ്ഥയായിട്ട് ചിന്തിക്കരുത്. ഇത് എൻ്റെ അവസ്ഥയാണെന്ന് ചിന്തിക്കണം. ഇത് എന്നെയാണ് ഈ പറയുന്നതെന്നും ഞാൻ കടന്നു പോകുന്ന ഘട്ടങ്ങളാണ്. മഹ്ശറ ഉറപ്പാണല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മഹ്ശറയിൽ ഇത് എൻ്റെ അനുഭവങ്ങളാണ് ഈ പറയണേ എന്ന് ചിന്തിച്ചാൽ ഇത് ഉപകാരം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഉസ്താദ് എന്നോട് ഇത് പറഞ്ഞത്, അല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. ഈ നാട്ടുകാരത് കേൾക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ബഹുമാന്യ സഹോദരങ്ങൾ, നമ്മുടെ ഇമാമ് പോലും അത് പറയിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം അത്ര വലുതാണെന്ന് ചിന്തിച്ച് ഈ വിഷയത്തിനോടൊപ്പം സഞ്ചരിക്കുക. അല്ലാഹു അദ്ദേഹം ഈ മഹലിൽ നിന്ന് എന്താണോ ഈ അറിവ് കൊണ്ട് കൊതിക്കുന്നത് അത് അല്ലാഹു നൽകുമാറാകട്ടെ. മഹ്ശറ, അങ്ങനെ ഒരു ലോകം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം ഇസ്ലാമിക ലോകത്ത് അപ്രസക്താണ്. കാരണം ഉണ്ട് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. മഹ്ശറയിൽ ഉണ്ടോ എന്ന് സംശയിക്കാൻ പോലും പാടില്ല. അങ്ങനെ സംശയം തട്ടിയാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അപ്പൊ മഹ്ശറ ഒന്നൊരു ലോകമുണ്ട്. അതെന്നാ നമുക്കറിയില്ല. അത് എന്നാണെന്ന് അറിയണമെങ്കിൽ ലോകം എന്നാ അവസാനിക്കണേന്ന് അറിയണം. ലോകം എന്നാ അവസാനിക്കുക നമുക്കറിയില്ല. നമ്മളിനി തലകുത്തി നിന്നാലും ശരി, ഈ പ്രപഞ്ചത്തിന്റെ സ്പന്ദനം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ പുരോഗതിയുടെ അഭിമാനത്തിന്റെ ഉത്തുംഗത നമ്മൾ സ്വയം അവകാശപ്പെടാൻ തുടങ്ങിയാലും ശരി, ലോകം എന്ന് അവസാനിക്കുമെന്ന് വ്യക്തമായി ഉറപ്പിച്ച ഒരു പ്രവചനം നടത്താൻ ലോകത്തിന് സാധ്യമല്ല. ഇത് അബൂറബിയന്റെ വാക്കല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ലോകം എന്നാ അവസാനിക്കണേ നമുക്കറിയില്ല. ലോകം അവസാനിക്കുന്ന എന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ മഹ്ശറ എന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. കാരണം അതിന്റെ കാലയളവ് മുത്ത റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്നാ ലോകം അവസാനിക്കുക അത് നമുക്കറിയില്ല. അതൊരു വെള്ളിയാഴ്ചയാണ് എന്നറിയാം. അതിനു മുമ്പ് നടക്കാൻ പോകുന്ന അടയാളങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുത്തനബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇമാം ബർസഞ്ചി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പരിശുദ്ധമായ കഅബയുടെ ഓരത്ത് വെച്ചുകൊണ്ട് നബി തങ്ങൾ വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗം മുഴുവനും പ്രവചനമാണ്. നബി സൽമാൻ അൽ ഫാരിസി തങ്ങൾ അടക്കമുള്ള സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുകും അൻ അസ്റാത്തി സാഅ, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് ലോകത്ത് സംഭവിക്കുന്ന അടയാളങ്ങളെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ എന്ന്. അപ്പൊ ആ കഅബയെ സാക്ഷി നിർത്തി സ്വഹാബത്ത് തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ നബിയെന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ മുത്തനബി വിവരിക്കുന്നുണ്ട്. ഒരു വലിയ ഹദീസാണ്, നീണ്ട ഹദീസ്. ഒരു 10-38 അടയാളങ്ങളെ അള്ളാഹുവിന്റെ മുത്തനബി 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ ഹദീസിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഈ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും ലോകം തകരും. അതിന്റെ തൊട്ടു മുമ്പ് വരാനുള്ള അടയാളങ്ങളായി നബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അടയാളങ്ങളൊക്കെ ഈ 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ വന്നു കഴിഞ്ഞു. ഇനി ആ ഹദീസിൽ പറഞ്ഞ ഒരു അടയാളവും വരാനില്ല. മറ്റു ഹദീസിൽ പറഞ്ഞ ദജ്ജാൽ പുറപ്പെടുക, യജൂജ് മഅജൂജ് പുറപ്പെടുക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അടയാളങ്ങളെ ബാക്കി നിർത്തിയാൽ ഈ ഒരു ഹദീസിൽ പറഞ്ഞ എല്ലാ അടയാളങ്ങളും വന്നു കഴിഞ്ഞു. അതൊരു ഒരു വിഷയമാക്കിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. കാരണം അന്ന് അത് കേട്ടിട്ട് സ്വഹാബത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ആ ഹദീസിൽ തന്നെ ഉണ്ട് യകൂനു ഹാദാ യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് അന്ന് അത് ആ പശ്ചാത്തലത്തിൽ വെച്ച് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് തോന്നും, ഇതൊക്കെ വന്നല്ലോ, ഇതൊക്കെ നടന്നല്ലോ, അങ്ങനെ നമുക്ക് തോന്നും. ആ ഒരു നിർവികാരത അനുഭവപ്പെടും. കാരണം അതിന് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ അല്ലാഹുവിന്റെ മുത്തനബി അന്ന് പ്രവചിച്ചതാണ്. അപ്പൊ ലോകം എവിടെയാ ഇപ്പൊ എത്തി നിൽക്കണേന്ന് പറയാൻ ഈ ഹദീസ് മാത്രം ചിന്തിച്ചാൽ മതിയാവും. ഏതോ ആവട്ടെ, ഒരു വെള്ളിയാഴ്ചയാണ്, ഒരു ളുഹായുടെ നേരം എത്തുന്നതോടുകൂടി ലോകത്തെ അല്ലാഹു തആല തകർക്കും. പക്ഷേ ആ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേക്കുന്ന ആനച്ചിലുള്ളവർക്ക് പോലും അറിയില്ല ഇന്ന് ലോകം അവസാനിക്കുന്നു. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ആ ലോകം അവസാനിക്കുന്ന വെള്ളിയാഴ്ച രാവിലെ എഴുന്നേക്കുന്നവർ പോലും അവരുടെ ദൈനംദിന പണികൾ എന്താണോ ആ പണിയിലായിരിക്കും. ഇന്നലെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇന്നും. മക്കളെ സ്കൂളിൽ വിടാനുണ്ട്, ജോലിക്ക് പോകാനുണ്ട്, കടറക്കാനുണ്ട്, ഒക്കെ ചെയ്യാനുണ്ട്. ആ പണി തന്നെ ആയിരിക്കും. അന്ന് രാവിലെ എഴുന്നേക്കുന്നവർക്കും അറിയില്ല ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ ആകാശം തകർന്ന് വീഴുമെന്ന്. അങ്ങനത്തെ ഏതോ ഒരു വെള്ളിയാഴ്ച. ഏതാ വെള്ളിയാഴ്ച? അത് പ്രവചനാതീതമാണ്. നമുക്കത് ചിന്തിച്ചെടുക്കാനും അനുമാനിച്ചെടുക്കാനും കഴിയില്ല. അങ്ങനെ കുറെ വിവരങ്ങളുണ്ട്. അള്ളാഹു അവന്റെ രഹസ്യ ലോകത്തിന്റെ ഉള്ളറയിൽ മറച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ മുത്തുനബി പറയുന്നുണ്ട്, മഫാതീഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ അഹദുൻ ഇല്ലല്ലാഹ്. അള്ളാഹു രഹസ്യങ്ങളുടെ ഉള്ളറകളിൽ മൂടി വെച്ചിരിക്കുന്ന 5 വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ ഉള്ളറകളെ തോണ്ടിയെടുക്കാൻ മനുഷ്യകുലൻ മാകെ ശ്രമിച്ചാലും നടക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസിനപ്പുറം വേറെ ഒന്നും വേണ്ട. 1400 വർഷങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിക്ക് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ഈ വിവരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അനുമാനങ്ങളല്ല, ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, അതല്ല പറയേണ്ടത്. ഇൽമ് എന്ന് പറഞ്ഞാൽ പകൽ വെളിച്ചം പോലെ പുലരുന്ന ഉറച്ച സത്യം, ആ പറയുന്നത് പോലെ നടക്കും, അതിന് വിരുദ്ധത ഉണ്ടാവൂല. അതിന്റെ പേര് ഇൽമ്. ആ ഇൽമ് ഈ 5 വിഷയത്തിൽ അല്ലാഹുവല്ലാതെ മറ്റാർക്കും ഇല്ല. ഏതാ 5 വിവരം? ഒന്ന്, ലാ യഅലമു മാ തഗീദുൽ അർഹാം, ഗർഭപാത്രത്തിലുള്ള വസ്തു, പെണ്ണിന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളറയിലുള്ള വസ്തു എന്തായി മാറുമെന്ന് പറയാൻ. അതാണാകോ, അത് പെണ്ണാകോ, അല്ല നപുംസകമാകുമോ, അല്ല 2-3 മാസം കഴിയുമ്പോൾ രക്തക്കട്ടയാക്കിയോ മാംസക്കട്ടയാക്കിയോ ഇത് വിസർജിക്കപ്പെടുമോ, ഇത് പ്രവചിക്കാൻ ആർക്കു പറ്റും? അല്ലാഹുവല്ലാതെ ആർക്കും സാധ്യമല്ല. അപ്പൊ ചോദിക്കും, സ്കാനിങ് റിസൾട്ടുകളാവുന്ന സ്കാനിങ് റിസൾട്ടുകൾ എത്രയേ ലിംഗനിർണയത്തിന്റെ പിഴവുകൾ ഇന്ന് ലോകത്തിൽ 100 കണക്കിന് തെളിവുകളുണ്ട് നമ്മുടെ മുമ്പിൽ. അതൊന്ന്. 2, അതൊക്കെ ഉരുവപ്പെട്ടതിനും ലിംഗനിർണയപ്പെട്ടതിനൊക്കെ ശേഷമല്ലേ. ഇതങ്ങനെയല്ല. ആണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ടവും ആണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ടവും കൂടി സംയോജിപ്പിക്കപ്പെട്ട തരത്തിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളറയിൽ സംഘടിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഈ ദ്രവ്യം ഇതെന്തായി മാറുമെന്ന് പറയാൻ. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أحسن الخالقين. ഈ ആയത്തിലൂടെ ഗർഭപാത്രത്തിന്റെ വിപ്ലവത്തെ അല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ നേരമില്ല. ഉമ്മമാരെ ഗർഭപാത്രം വകം ഗസലത് അൻകൽ അദാബി യമീനിഹാ وما حجرها إلا لديك سرير وفي الضلع لا تدري عليها مشقة فمن نفس منها الفؤاد يطير മഹത്തുക്കൾ ഏതോ ആവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അല്ലാഹു അർഹിച്ച പ്രതിഫലം നൽകി ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആ ഉമ്മമാരുടെ ഗർഭപാത്രത്തിലുള്ള വസ്തു എന്തായി മാറുമെന്ന് ഉറപ്പിച്ചു പറയാൻ അല്ലാഹുവല്ലാതെ ലോകത്തിന് സാധ്യമല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരുപാട് ആധികാരിക തെളിവുകൾ നിരത്താനുണ്ട്, പക്ഷെ സമയത്തല്ല. നമുക്ക് മഅ്ശറയിലേക്ക് പോകണം. ഇമാം ഏൽപ്പിച്ച ഉത്തരവാദിത്വം. 2, ലാ യഅലമു മാ ഫീ ഗദിൻ അഹദുൻ ഇല്ലല്ലാഹ്. നാളെ ഈ മണ്ണിന് എന്ത് സംഭവിക്കും ആർക്ക് പറയാം? നമ്മൾ നാളെ പല പല കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കേ. നാളെ ഈ വിനീതനുണ്ട് വൈക്കൽ പരിപാടി, സെക്രട്ടറി തന്നെ വിളിക്കുമ്പോ അല്ലേ, ഇന്ന് വൈക്കലുകാര് ഡേറ്റ് ഇട്ടിരുന്നതൊന്നും മാറിപ്പോയി. ഇന്ന് തന്നെ അവര് വിട്ടു, ഇവര് വിട്ടു, നിങ്ങൾ വിട്ടു. അങ്ങനെ അവസാനം അവർ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് എന്ന മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് നാളെ വരേണ്ട ഉസ്താദിനെ ഇന്നാക്കി നമ്മുടെ പരിപാടി നാളാക്കി. അപ്പോൾ നാളെ അവരും പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ പരിപാടിയുണ്ട്, നിങ്ങളിവിടെ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഇഷാ വരെ ഈ മണ്ണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന എന്തുറപ്പാ? അന്ധമായിട്ട് നിൽക്കും ഉസ്താദ് എന്ന് പറയല്ലേ, ആധികാരികതയോടെ പറയാൻ പറ്റുമോ? ആർക്കും അറിയില്ല. ഇത് തകർന്ന എന്താവസ്ഥ? അങ്ങനെ എത്രയോ നാടുകൾ ഒരു നിമിഷം കൊണ്ടല്ല തകർത്തെറിയുന്നുണ്ട്. അള്ളാഹു അങ്ങനത്തെ തകർച്ചകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നാടുകളെയും അള്ളാഹു സംരക്ഷിക്കും.
രക്ഷിക്കുമാറാകട്ടെ. പറയാൻ കഴിയില്ല, പ്രവചനാതീതമാണ്. അതെ, ശാസ്ത്രത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളുടെ ഉള്ളറകളെ പോലും മറയില്ലാതെ കാണുന്നുവെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ബുദ്ധിജീവികൾ ജീവിക്കുന്ന അധുനാധുന ലോകത്തെ വലിയ തലതൊടാത്ത രാജാക്കന്മാരാകും ജീവിക്കുന്ന രാജ്യങ്ങളിൽ പോലും എത്ര പെട്ടെന്ന് ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നത്, സുനാമികൾ കൊണ്ട് പൊട്ടുന്നത്, നാടുകൾ ഛന്ന ഭിന്നമാകുന്നത്, കുത്തി തകരുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവചനാതീതാണ്, അല്ലാഹുക്കല്ലാതെ പറയാൻ കഴിയില്ല. 2, 3 വലാ യഅലമു മത്താ യഅതിൽ മത്തറു അഹദുൻ ഇല്ലല്ലാഹ്. ഭൂമിക്ക് എപ്പോഴാണ് മഴ കിട്ടുക? ഭൂമിക്ക് എപ്പോഴാണ് മഴ കിട്ടുക? ഇപ്പൊ പിന്നെ അതിന്റെ ഒരു വലിയ സംശയമാണല്ലോ. മേയിലൊക്കെ എത്തുമ്പോ കേരളത്തിന്റെ ചൂട് എന്താകുമെന്ന കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ഈ കേരളത്തിന്റെ ജലസ്രോതസ്സുകളിൽ നിന്ന് ഭൂഗർഭ അറകളിലെ ഏകദേശം 8 ഭാഗങ്ങളോ കണ്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇവിടത്തെ വെള്ളത്തിന്റെ ബാലൻസ് ചെക്ക് ചെയ്തുകൊണ്ട് അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ആ നിർദ്ദേശങ്ങൾ 2 ദിവസം മുമ്പ് അങ്ങോട്ട് ചെക്ക് ചെയ്തിട്ട് ഭൂമി വല്ലാത്ത വരൾച്ചയിലേക്ക് നീങ്ങുമോ എന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം വന്നിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദര, വെള്ളത്തിന്റെ വില അറിയാൻ പോവേ. അല്ലാഹു തആല ഇതിനു മുമ്പ് ഒരു വലിയ പരീക്ഷണം, വരൾച്ചയുടെ പരീക്ഷണം നമ്മൾ അറിഞ്ഞതാ. അല്ലാഹു അങ്ങനെയുള്ള ഒരു പരീക്ഷണവും തരാതെ വെള്ളം കൊണ്ടും മഴ കൊണ്ടും നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ എത്രയേ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇത്ര പെയ്യും, നാളെ ഇത്ര, യെല്ലോ അലർട്ട്, മറ്റേ അലർട്ട് ഒക്കെ പറയാറുണ്ട്. പക്ഷെ പറയുന്നതിന്റെ വിരുദ്ധത എത്രയോ സംഭവിച്ചിട്ടുണ്ട്. ഇത് അതല്ല പറഞ്ഞ ഉറച്ച വിവരം തരാൻ. ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്തുൽ മുൽക്ക് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വെള്ളം വെച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ടാ. അതിന്റെ ഭീകരത അറിയാൻ കിടക്കുന്ന സഹോദര, അല്ലാഹുടെ ചോദ്യം വരെ ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, ഈ മനുഷ്യ വിഭാഗത്തോട് ചോദിക്കുക, അറഅയ്തും, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾ എനിക്കൊന്ന് വിവരിച്ചു തരുമോ, നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി തരുമോ? എന്താണ് എന്റെ ചോദ്യം എന്നറിയുമോ? ഇന്നറഅയ്തും ഖുൽ അറഅയ്തും ഇന്നസ്ബഹ മാഉകും ഗൗറാ. വരൾച്ച കാരണം നിങ്ങളെ ഭൂമികളിലെ വെള്ളത്തെ നാം പിൻവലിച്ചു കളഞ്ഞാൽ, വരൾച്ച കാരണം, ചൂട് കാരണം നിങ്ങൾ കുടിക്കുന്ന കിണറിന്റെ ശുദ്ധമായ വെള്ളത്തെ നമ്മൾ പിൻവലിച്ചു കളഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന കിണറിലെ കുളത്തിലെ വെള്ളത്തെ ഏതെങ്കിലും ഒരു പാതിരാവിലെ നമ്മൾ പിൻവലിച്ചു കളഞ്ഞാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. പിന്നെ ആരാടാ നിങ്ങൾക്ക് വെള്ളം തരിക? പിന്നെ ഏത് ശക്തിയാടാ നിങ്ങൾക്ക് വെള്ളം തരിക? പിന്നേത് അവലംബമാടാ നിങ്ങൾക്ക് വെള്ളം തരിക? അള്ളയാകുന്ന നമ്മളല്ലാതെ മറ്റാർക്കാടാ നിങ്ങൾക്ക് വെള്ളം തരാൻ കഴിയുക? ഇന്നസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. സൂറത്തുൽ മുൽക്ക് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വെള്ളത്തുള്ളിയുടെ വില വെച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ടാണെങ്കിൽ, ആ ആയത്തോതി തീരുമ്പോ ഓതുന്നവനും കേൾക്കുന്നവനും പറയേണ്ട സുന്നത്തായ ഒരു വാക്യമുണ്ട്, അല്ലാഹു റബ്ബുൽ ആലമീൻ. എല്ലാവരും പറയണമെന്നാ. ഈ ആയത്ത് ഓതുന്നവരും ഈ ആയത്ത് കേൾക്കുന്നവരും ഒക്കെ പറയണം, അല്ലാഹു റബ്ബുൽ ആലമീൻ. ആരാ വെള്ളം തരിക? ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പറയണം, അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹ്ക്കേ തരാൻ കഴിയൂ, അല്ലാഹ്ക്കേ തരാൻ കഴിയൂ, പടച്ചോനെ നിനക്കേ തരാൻ കഴിയൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം പറഞ്ഞു. എന്റെ ഉമ്മമാരെ സഹോദരിമാരൊക്കെ തബാറക്ക് ഓതല്ലേ, അവസാനം ആ വാക്ക് പറഞ്ഞു. മുത്തുനബി ഇത് പറയണ കേട്ടു, സ്വഹാബത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് നെഞ്ചി തട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരഹങ്കാരി, ഇതിന്റെ തഫ്സീറിൽ കാണാം, ഒരു അഹങ്കാരി ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് ഇതിന്റെ ആശയം ഇങ്ങനെ കേട്ടിട്ട് ഒരു അഹങ്കാരി ഒരിക്കൽ ഈ ആയത്ത് വെച്ചിട്ട് പറഞ്ഞു, ബിൽ ഫാസ്, എന്റെ കയ്യിൽ കോടാലി ഉണ്ട്, ഈ കോടാലി കൊണ്ട് കുത്തിയിട്ട്, ഈ പിക്കാസ് കൊണ്ട് കുത്തിയിട്ട്, മമ്പെട്ടി കൊണ്ട് കുത്തിയിട്ട് കുഴി ഉണ്ടാക്കി ഞാൻ വെള്ളം കണ്ടെത്തിക്കൊള്ളാം, എനിക്ക് എന്റെ അള്ള തരണമെന്നില്ല. ഇവൻ അഹങ്കാരത്തോടെ അള്ളയുടെ ഭൂമിയുടെ മണ്ടയിൽ വെച്ച് പറഞ്ഞു തീരുന്നതേ ഓർമ്മയുള്ളൂ. ഭൂമി രണ്ടായി പിളർന്നിട്ട് ജീവനോടെ ആ ഭൂമി ഇവൻ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഭൂമി പഴയതുപോലെ മൂടിപ്പോയി എന്ന ഹദീസ് വലിയ തഫ്സീറുകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, അപ്പൊ മൂന്നാമത്തെ വിവരം, 5 വിവരങ്ങളിൽ നിന്ന് മൂന്നാമത്തെ വിവരം, ഭൂമി
ഭൂമിക്ക് എപ്പോഴാ മഴ കിട്ടുക? അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും പറയാൻ സാധ്യമല്ല. നാലാമത്തെ വിവരം, വലാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്. എപ്പോഴാ മരിക്കുക? എവിടെ വെച്ചാ മരിക്കുക? എപ്പോഴാ മരിക്കുക? ആർക്കാ പറയാൻ കഴിയാ പ്രിയപ്പെട്ടവരെ? ഇന്ന ത്വബീബ ലഹു ഇൽമു വമഅരിഫതു മാദാമ ഫീ അജ്ലിൽ ഇൻസാനി തഅഖീറു ഹത്താ ഇദാ മൻഖലത് അയ്യാമു മുഹ്ലതിഹി ഹറത് ത്വബീബു വഖാനതുൽ അഖാഖീറു. ഏത് ഡോക്ടർമാരും പരിഭ്രമിച്ചു പോകുന്ന മരണം. എന്റെ പൊന്നു സഹോദരായ, ഏത് നേരത്താ നിന്റെ പിടികൂടുക ഉറപ്പുണ്ടോ? ഈ വാഴ് തീരുന്നതുവരെ പരിശുദ്ധമായ മജ്‌ലിസിൽ ജീവനോടെ നീ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാ നിന്റെ കയ്യിൽ വല്ല ആധികാരികതയുമുണ്ടോ സഹോദരാ? എന്റെ പൊന്നുമോളെ, ശുദ്ധമായ മഹ്ശറ കേൾക്കാൻ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പൊന്നുമോള് നാളത്തെ രാവിലെ പ്രഭാതം കാണാൻ എന്റെ പൊന്നുമോൾ ഈ മജ്‌ലിസിൽ നിന്ന് ജീവനോടെ പോകുമെന്നതിന് ഉറപ്പുണ്ടോ പൊന്നുമോളെ? ആർക്കാ ഉറപ്പ് സഹോദരാ? നിങ്ങളെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന അബൂ റബീന് ഉറപ്പില്ല. ഈ വാഴ് തീരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار فأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എപ്പോ മരിക്കും ആർക്കറിയാം പ്രിയപ്പെട്ടവരെ? ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. മരണം ഇങ്ങനെ, മരണത്തിന്റെ മുമ്പിലെ അബൂ റബിയെ വലുതല്ല, എന്റെ ആനച്ചല്ല സഹോദരിമാര് വലുതല്ല, എന്റെ സഹോദരാ നീയും വലുതല്ല, മറക്കല്ല. ഇതാ قال الله العبد أن يموت بأرض جعل له إليها حاجة إذا ما حمام المرء كان ببلدتي دعته إليها حاجة فيطير. എന്റെ പൊന്നുമോള് മരണം ചിന്തിച്ചിട്ടുണ്ടോ മോളെ? എന്റെ ഉമ്മ മരണം ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മ? എന്റെ സഹോദരാ, മരണം ഏത് നിമിഷവും നിന്നെ പിടികൂടുമെന്ന് നീ ഒന്ന് ഓർത്തിട്ടുണ്ടോ? അതുപോലെ അബൂ റബീന് ഉറപ്പില്ല ഇന്നത്തെ രാത്രി അബൂ റബിയെ തീർത്തും ഹയാത്തോടെ ഉണ്ടാകുമെന്ന്. ആർക്കാണ് എന്റെ പെങ്ങളെ ഉറപ്പ് പറയാൻ കഴിയുക? ആർക്കാണ് എന്റെ സഹോദരാ ഉറപ്പ് പറയാൻ കഴിയുക? അല്ലാഹ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار فأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ
അപ്പൊ എപ്പോഴാ മരിക്കോ എവിടെ വെച്ചോ മരിക്കോ അറിയില്ല. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹസീന എന്ന പാവപ്പെട്ട സഹോദരിക്കും നമ്മുടെ ഉമർ ശിഹാബ് സാറിന്റെ പ്രിയപ്പെട്ട പിതാവിനുമൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ ആദരിക്കുകയും ഈ പരിശുദ്ധ ദിവസങ്ങളെയും രാത്രികളെയും മാനിച്ചു വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. നല്ല സമയത്ത് നല്ല ചിന്തയിൽ ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിശദീകരിക്കാൻ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. വലിയ വലിയ മഹത്തുക്കൾ പോലും ഈ മരണ സംബന്ധമായ റബ്ബിനോട് തേടിയതൊക്കെ കേട്ടാ പിന്നെ ഉസ്താദ് ഏൽപ്പിച്ച വിഷയത്തിൽ വിട്ടു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ചെയ്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ വഖൈറ അയ്യാമി യൗമ അൽഖാ. പേടിക്കോ പ്രിയപ്പെട്ടവരെ, മുത്തുനബിക്ക് വേണ്ടി ജീവിച്ച മഹാൻ പോലും, അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടി ദാഹിച്ച മഹാൻ പോലും, അള്ളാഹു ഒരുപാട് സുവിശേഷം മുത്തുനബിയുടെ നാവിലൂടെ അറിയിച്ചു കൊടുത്ത മഹാൻ പോലും, എല്ലാവർക്കും എനിക്ക് വേണ്ടി ഒരുപാട് ദീനിനെ സഹായിച്ചവരുണ്ട്, സമ്പത്തായ ശാരീരികമായി. അവർക്ക് മുഴുവനും ഈ മുഹമ്മദ് നബിയെ വാരിക്കോരി തിരിച്ചു തന്നിട്ടുമുണ്ട്. പക്ഷേ എന്റെ അബൂബക്കറിന് ഞാനൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അബൂബക്കറിന് തിരിച്ചു കൊടുക്കുന്നത് ഭൂമിയിൽ വെച്ചല്ല. എന്റെ അബൂബക്കർ അതിന് മാത്രം എനിക്ക് തന്നിട്ടുണ്ട്. അബൂബക്കർ അതിന് മാത്രം എന്നെ നിറപ്പിച്ചിട്ടുണ്ട്. അബൂബക്കർ അതിന് മാത്രം എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ അബൂബക്കറിന് പകരം കൊടുക്കുന്നത് നാളെ സ്വർഗത്തിലാ, നാളത്തെ മഹ്ശറയിലാ. അല്ലാഹുവിന്റെ മുത്തുനബി പറയാൻ മാത്രം നബി തങ്ങളെ സ്വാധീനിച്ച വ്യക്തിയാണ് ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെങ്കിൽ അണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാൻ അല്ലാഹുവിനോട് ചെയ്ത പ്രാർത്ഥനയാ, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ. ഈ അബൂബക്കറിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം എന്റെ അവസാന നേരമാക്കി തരണേ അല്ലാ. ഈ അബൂബക്കറിന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല മുഹൂർത്തം ഈ അബൂബക്കറിന്റെ അവസാന നേരമാക്കി തരണേ അല്ലാ. വജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാ. ഈ അബൂബക്കറിന്റെ ജീവിതത്തിന്റെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം ഞാൻ മരിക്കുന്ന ദിവസമാക്കി തരണേ അല്ലാ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പൊട്ടിക്കരഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥന, എന്നെ മദീനയിൽ വെച്ചല്ലാതെ മരിപ്പിക്കരുതേ പടച്ചോനെ എന്നാണ്. ആ ദുആയുടെ ഉത്തരമായിട്ട് മദീന പള്ളിക്കകത്ത് വെച്ച് ഷഹീദാകുന്ന മഹാൻ ഷഹീദാകുന്നതിനുള്ള കാരണം ഉണ്ടായി. പിന്നെ 3 ദിവസം അങ്ങനെ കഴിഞ്ഞു. അവസാനം മുഹറം 1 ഈ ലോകത്തോട് വിട പറയുന്നതൊക്കെ മദീനയിൽ വെച്ച ഈ മഹാൻ അള്ളാഹിനോട് അതിന് മാത്രം തേടിയിട്ടാ എന്നെ മരിപ്പിക്കണത് മദീനയിൽ വെച്ചാക്കണേ പടച്ചോനെ. അതേപോലെ തന്നെ എനിക്ക് ഷഹാദത്തിന്റെ പുണ്യം തരണേന്നാ റബ്ബിനോട് ദുആ ചെയ്ത്. അതുകൊണ്ട് പടച്ചോനോട് ചോദിച്ചു, മരണം എപ്പോഴാ ഇങ്ങനെ വരണേന്ന് നമുക്ക് അറിയില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ അതാ 4ാമത്തെ വിവരം. നമ്മൾ എപ്പോഴാ മരിക്കുക, എവിടെ വെച്ചാ മരിക്കുക പറയാൻ കഴിയില്ല. അതിലുള്ള 5ാമത്തെ വിവരമാ വലാ യഅലമു മതാ തഖൂമുസ്സാഅ. ഖിയാമത്ത് നാൾ എപ്പോഴാ ഉണ്ടാവുക? പ്രവചനാതീതോ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരു നാസ വിചാരിച്ചാൽ കഴിയില്ല. ഏത് ശാസ്ത്ര ഈ ലോകം മുഴുവന്റെ ബുദ്ധിയും ഒരുമിച്ച് കൂട്ടിയിട്ട് ചിന്തിച്ചെടുത്താലും ഗവേഷണം നടത്തിയാലും ആകാശഭൂമികളെ തുരന്നെടുത്താലും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ലോകം ഒന്ന് അവസാനിക്കുമെന്ന് പറയാൻ ലോകത്തിന് സാധ്യമല്ല. അല്ലാഹുവല്ലാതെ അതിന് കഴിയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.